ശ്രീ കൊടിക്കുന്നിൽ, താങ്കളെ ഇന്ന് സ്കൂളിൽ കണ്ടു, മിഥുൻ്റെ സ്കൂളിൽ കണ്ടു. അതിനുശേഷം മിഥുൻ്റെ ആ കൊച്ചു കൂരയിലും താങ്കളെ കണ്ടു. താങ്കളാണ് മിഥുൻ്റെ അമ്മ സുജയെ നാട്ടിലെത്തിച്ചതെന്നാണ് ഇപ്പോൾ ഉള്ള സ്കോർ പറയുന്നത്. ആ കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് അങ്ങ് പൂർണ്ണമായും കണ്ടിരിക്കുകയാണ്. എന്ത് നടപടിയാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷ പാർട്ടി ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? കാരണം ബാലഹത്യ എന്നൊരു പ്രയോഗമാണ് ഇന്ന് KC വേണുഗോപാൽ നടത്തിയത്. ബാലഹത്യയാണ് നടന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. KC വേണുഗോപാൽ എന്ന ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹം വീട്ടിലെത്തിയിരുന്നു. തിരക്കിട്ട പരിപാടികൾ അനേകം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിലും ഈ സംഭവത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അദ്ദേഹം മിഥുന്റെ വീട്ടിലെത്തിച്ചേരുകയും മൃതദേഹത്തിൽ വീട്ടിൽ സമർപ്പിക്കുകയും മാതാപിതാക്കളെ സന്ദർശിക്കുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടർ ചാനലിലെ പ്രസ്താവനയുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം വിശേഷിപ്പിച്ചത് ബാലഹത്യയാണ് എന്നുള്ളതാണ്. സർക്കാർ സ്പോൺസേഡ് ബാലഹത്യയാണ് നടന്നിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇത്തരത്തിലുള്ള ദാരുണമായ അന്ത്യം, ഇതിനാരാണ് ഉത്തരവാദി? ആ ഉത്തരവാദി മറ്റാരും, ഇത് സർക്കാരും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ ഏജൻസികളായ വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം വൈദ്യുതി വകുപ്പും ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളും സ്കൂൾ മാനേജ്മെന്റുമാണ് ഇതിന് ഉത്തരവാദി. അപ്പോൾ അത് തീർച്ചയായും മറച്ചു വെച്ചുകൊണ്ട് മുമ്പിൽ വെച്ചുകൊണ്ട് ചില പൊടിക്കൈകൾ പെട്ടെന്ന് 5 ലക്ഷം രൂപ വൈദ്യുതി വകുപ്പ് കൊടുക്കുന്നു, പിന്നെ വിദ്യാഭ്യാസ മന്ത്രി വീട് പ്രഖ്യാപിക്കുന്നു, കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നു, ഇളയ കുട്ടിയുടെ വിദ്യാഭ്യാസം ഞങ്ങൾ നോക്കുമെന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞുകൊടുത്തത് കൊണ്ട് ഇവരുടെ പ്രശ്നം തീരുകയാണോ? ഈ മരിച്ച മിഥുനെന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ ദാരുണമായ അന്ത്യത്തിന് പരിഹാരമാണോ ഇതൊക്കെ? ഒരിക്കലുമല്ല. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു സർക്കാരിന്റെ ഒരു അഭ്യാസം മാത്രമാണ് നടന്നിരിക്കുന്നത്. ആ കുടുംബത്തെ സംരക്ഷിച്ച് 3 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊണ്ട് ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? അതൊരു നഷ്ടപരിഹാരമാണോ? അതല്ലെങ്കിൽ ഒരു വീട് വെച്ചു കൊടുത്തത് കൊണ്ട് അവിടെ പ്രശ്നം തീരുമോ? ഇല്ലല്ലോ. അപ്പൊ ഇത് തീർച്ചയായും നമ്മുടെ മനസാക്ഷിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ഈ സ്കൂളിൽ, അതായത് CPMന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ നടന്ന മനുഷ്യാവകാശ ലംഘനമോ ബാലാവകാശ ലംഘനവുമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദികളെ വെള്ളപൂശാൻ വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് ഇവർ നടത്തിയത്. അവിടെ സ്കൂൾ മാനേജ്മെന്റിനെ രക്ഷപ്പെടുത്തിയിരിക്കുക. ഇന്നലെയും പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റ് വീഴ്ച, മാനേജറെ അറസ്റ്റ് ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങൾ അങ്ങ് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. ഇന്നിപ്പോൾ മാനേജറുടെ പ്രതികരണം വരികയാണ്. കുറ്റബോധത്തിൽ നിന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തുമ്പോൾ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നതടക്കമുള്ള പ്രതികരണം നടത്തുന്നു. അതിനോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, കുറ്റബോധത്തോടെ പ്രതികരണമല്ല, അവരെ ശിക്ഷ അനുഭവിച്ച് മതിയാവും. അവരുടെ ഭാഗത്തുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്ത് നെഗ്ലിജൻസ് ഉണ്ടായെന്ന് പറഞ്ഞു. അതുപോലെ വൈദ്യുതി മന്ത്രിയും പറഞ്ഞിരിക്കുന്നു വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയും അത് സമ്മതിച്ചിരിക്കുന്നു. അപ്പോ വകുപ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവര് സമ്മതിച്ചിരിക്കുന്നു വൈദ്യുതി വകുപ്പിനും സ്കൂൾ മാനേജ്മെന്റിനും വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. മന്ത്രിമാർ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രി അതിനെ അടിവരായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇത് നഗ്നമായ ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇതൊക്കെ കഴിഞ്ഞ് സ്കൂൾ മാനേജ്മെന്റും വൈദ്യുതി വകുപ്പും കഴിഞ്ഞിട്ട് മാത്രമേ ഹെഡ്മിസ്ട്രസ് വരുന്നുള്ളൂ. പക്ഷെ ഹെഡ്മിസ്ട്രസിനെ മാത്രം സസ്പെൻഡ് ചെയ്യാൻ വെപ്രാളം കാണിക്കുകയും അത് വേഗത്തിലാക്കുകയും മാനേജ്മെന്റിന്റെ വീഴ്ചയും ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയെ സംബന്ധിച്ച് അത് ഒരു നടപടി ഉണ്ടാകാതിരിക്കുകയും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്, ആ കുടുംബത്തിന് എല്ലാ സഹായവും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നൽകും. അവർക്ക് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കട്ടെ. സർക്കാരിന്റെ ഈ പ്രഖ്യാപനം തൽക്കാലം ജനരോഷത്തെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം മാത്രമാണോ സർക്കാർ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണണം. നമുക്ക് വീട് മാത്രം പോരാ, അതുപോലെ തന്നെ സാമ്പത്തിക സഹായം മാത്രം പോരാ. ഇതിലെ കുറ്റവാളികളെ, മരിച്ചുപോയ ഇതിനെ അവർക്ക് ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കുറ്റവാളികൾ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. ഇത് പ്രതികൾ അന്ന് പൊതുജനം കാണുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ
വ്യക്തമായ ഞങ്ങളുടെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം യാത്രയിലാണ്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. മാനേജറെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായ ഉത്തരവാദിത്തം ഭരണസമിതിക്കാണ് എന്നുള്ളത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.